അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ ഒരു തീരുമാനം അറിയിക്കാമെന്ന് ICC പറഞ്ഞിരുന്നത്. ഏത് ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾ തുടരുമോ അതോ ഞങ്ങൾ പിന്മാറുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നലെ അങ്ങനെ പ്രത്യേക അറിയിപ്പൊന്നും മുഹ്സിൻ നഖ്വിയുടെ ഭാഗത്തു നിന്നൊന്നും വന്നിട്ടില്ല. ഓൾറെഡി ഒരു ടീമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ടും പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണിപ്പം ICCക്ക് ഈ ഫൈനൽ ടീമിൻ്റെ ലിസ്റ്റ് കൈമാറേണ്ട ദിവസവും. അപ്പോൾ ഇനിയൊരു അട്ടിമറി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ICC ക്രിക്കറ്റ് പ്രേമികളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ഒരു ചെറിയ റിപ്പോർട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് വേൾഡ് കപ്പിൽ പങ്കെടുക്കാം, പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള മത്സരം അങ്ങോട്ട് ബഹിഷ്കരിച്ചേക്കാം. എങ്ങനെയുണ്ട്? കാരണം ഈ ഒരു T20 വേൾഡ് കപ്പിൻ്റെ ഏറ്റവും പ്രീമിയർ മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഏത് കപ്പിലും ഇന്ത്യ പാകിസ്ഥാൻ കളിക്കുന്നതാണല്ലോ പ്രീമിയർ മാച്ച്. അപ്പോൾ ഇതും അത് തന്നെയാണ്. അതായത് ആ വരുമാനത്തിൻ്റെ ഒരു പകുതിയോളം ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മത്സരം അങ്ങോട്ട് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അത് ICCക്ക് കൊടുക്കുന്നൊരു പണിയും ബംഗ്ലാദേശിന് പുറത്താക്കിയതിന് ഉള്ള ഒരു പ്രതിഷേധവുമായിട്ട് കണക്കാക്കിക്കോളും. അതുകൊണ്ട് അങ്ങനെ നമുക്കങ്ങനെ ചെയ്താലോ എന്നാണ് അവിടെ നിന്ന് വരുന്ന ഒരു സൂചന. പക്ഷെ ഇതൊക്കെ നടക്കുമെന്നറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു താക്കീതോ ഒന്നുമല്ല. ഇതിനു മുമ്പ് ഏഷ്യ കപ്പിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടിയത്. 3 മത്സരം കളിച്ചു, 3 പാകിസ്ഥാൻ തോക്കുമായിരുന്നു. അപ്പോൾ ഇത് പേടിച്ചിട്ടാണോ വേറെ പേരിട്ട് വിളിച്ച് കളിക്കാതിരിക്കാനുള്ള ശ്രമം എന്നും ഒരു സംശയമില്ലാതില്ല.